എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ ഇനി വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമപിള്ള. കെ പരമപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിതമായ സ്ഥലം ഏതാണ്? കറുകച്ചാൽ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിതമായ സ്ഥലം കറുകച്ചാലാണ്. നിർവൃതി പഞ്ചകം രചിച്ചത് ആരാണ്? നിർവൃതി പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനയാണ് നിർവൃതി പഞ്ചകം. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? സി കേശവൻ. സി കേശവനായിരുന്നു നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് ഏതാണ്? കേരള കേസരി. കേരള കേസരിയായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത്. 1840 കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ഏത് രാജ്യമാണ്? ബ്രിട്ടൻ. 1840 കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ബ്രിട്ടനായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ പരാജയശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ എവിടേക്കാണ് നാടുകടത്തിയത്? മ്യാൻമർ, ബർമ്മ. 1857 വിപ്ലവത്തിൻ്റെ പരാജയശേഷം ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ മ്യാൻമറിലേക്കാണ് നാടുകടത്തിയത്. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി ആദ്യം വിശേഷിപ്പിച്ച ഭാരതീയൻ ആരാണ്? VD സവർക്കർ. 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി ആദ്യം വിശേഷിപ്പിച്ച ഭാരതീയൻ VD സവർക്കർ ആയിരുന്നു. പ്ലാസി യുദ്ധകാലത്ത് ബംഗാളിലെ നവാബ് ആരായിരുന്നു? സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗളയായിരുന്നു പ്ലാസി യുദ്ധകാലത്ത് ബംഗാളിലെ നവാബ്. പ്ലാസി യുദ്ധത്തിൽ വിജയിക്കാൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ചത് ആരാണ്? മീർ ജാഫർ. മീർ ജാഫർ ആയിരുന്നു പ്ലാസി യുദ്ധത്തിൽ വിജയിക്കാൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ചത്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്താണ്? കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് എന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. കോട്ടയത്താണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം. 2002 ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി BBC തിരഞ്ഞെടുത്തത് ആരെയാണ്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. 2002 ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി BBC തിരഞ്ഞെടുത്തത് സർ വിൻസ്റ്റൺ ചർച്ചിലിനെയായിരുന്നു. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏതായിരുന്നു? ജമ്മു കശ്മീർ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ജമ്മു കശ്മീർ ആയിരുന്നു. മധ്യപ്രദേശിൽ എവിടെയാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? നീമുച്ച്. മധ്യപ്രദേശിലെ നീമുച്ചിലാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ മലഞ്ച്ഗഡ് ഖനി ഏത് ലോഹത്തിനാണ് പ്രസിദ്ധം? ചെമ്പ്. മധ്യപ്രദേശിലെ മലഞ്ച്ഗഡ് ഖനി ചെമ്പിനാണ് പ്രസിദ്ധം. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് യാത്രികർ പുറപ്പെട്ടിരുന്ന തുറമുഖം ഏതായിരുന്നു? സൂറത്ത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് യാത്രികർ പുറപ്പെട്ടിരുന്ന തുറമുഖം സൂറത്ത് തുറമുഖമായിരുന്നു. അഡ്രിനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ്? വൃക്കയുടെ മുകൾ ഭാഗത്ത്. അഡ്രിനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ശരീരത്തിൻ്റെ വൃക്കയുടെ മുകൾ ഭാഗത്താണ്. അന്തരീക്ഷവായുവിൽ ആർഗണിൻ്റെ അളവ് എത്രയാണ്? ആർഗണിൻ്റെ അളവ് 0.9%. 0.9% അന്തരീക്ഷവായുവിൽ ആർഗണിൻ്റെ അളവ്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം. അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? കറുപ്പ്. അന്തരീക്ഷമില്ലായിരുന്നെങ്കിൽ ആകാശത്തിൻ്റെ നിറം
കറുപ്പായിരിക്കും. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ. വാഷിംഗ്ടണിലാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം. അമരാവതിയും നാഗാർജുന കൊണ്ടയും ഏത് മതവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധം? ബുദ്ധമതം. അമരാവതിയും നാഗാർജുന കൊണ്ടയും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കോ വെസ്പൂച്ചി ജനിച്ച രാജ്യം ഏതാണ്? ഇറ്റലി. ഇറ്റലിയിലാണ് അമേരിക്കോ വെസ്പൂച്ചി ജനിച്ചത്. അൽഷിമേഴ്സ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കം. അൽഷിമേഴ്സ് രോഗം മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത്. അല്ലാമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലാഹോർ. അല്ലാമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. അഗ്നിയുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഐസ്ലാൻഡ്. ഐസ്ലാൻഡാണ് അഗ്നിയുടെ ദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം. അമുക്തമാല്യത രചിച്ചത് ആരാണ്? കൃഷ്ണദേവരായർ. അമുക്തമാല്യത രചിച്ചത് കൃഷ്ണദേവരായർ. അൾജീരിയ കഴിഞ്ഞാൽ വിസ്തീർണത്തിൽ ഏറ്റവും വലിയ അറബ് രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അൾജീരിയ കഴിഞ്ഞാൽ വിസ്തീർണത്തിൽ ഏറ്റവും വലിയ അറബ് രാജ്യം സൗദി അറേബ്യയാണ്. മൗര്യവംശം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യവംശം സ്ഥാപിച്ചത്. മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്ര. പാടലീപുത്രയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. അംബാസഡർ കാർ ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്ന ഉത്തർപാറ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. അംബാസഡർ കാർ ഫാക്ടറി സ്ഥിതി ചെയ്തിരുന്ന ഉത്തർപാറ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്താണ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 110. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 110 ആണ്. അണുസംഖ്യ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലിയാണ് അണുസംഖ്യ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. അണുനാശിനികളുടെ ഉപയോഗം കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ലിസ്റ്റർ. ജോസഫ് ലിസ്റ്ററാണ് അണുനാശിനികളുടെ ഉപയോഗം കണ്ടെത്തിയത്. ആരുടെ അംബാസഡറായിട്ടാണ് തോമസ് റോ ഇന്ത്യയിലെത്തിയത്? ജെയിംസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമൻ്റെ അംബാസഡറായിട്ടാണ് തോമസ് റോ ഇന്ത്യയിലെത്തിയത്. ആരുടെ ആത്മഹത്യയിൽ മനംനൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത്? ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യയിൽ മനം നൊന്താണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചത്. ആരുടെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത്? നരകാസുരൻ. നരകാസുരന്റെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത്. ആരുടെ വിവിധ ജന്മങ്ങളെക്കുറിച്ചാണ് ജാതക കഥകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ശ്രീബുദ്ധൻ്റെ. ശ്രീബുദ്ധൻ്റെ വിവിധ ജന്മങ്ങളെക്കുറിച്ചാണ് ജാതക കഥകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആരുടെ വിശ്വസ്ത സേനാനിയായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ? സാമൂതിരി. സാമൂതിരിയുടെ വിശ്വസ്ത സേനാനിയായിരുന്നു കുഞ്ഞാലി മരയ്ക്കാർ. ആരുടെ ശവകുടീരമാണ് ഗോൽ ഗുംബാസ്? മുഹമ്മദ് ആദിൽ ഷാ. മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണ് ഗോൽ ഗുംബാസ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഡ്വേറ്റ് ഡി ഐസൻഹോവർ. ഡ്വേറ്റ് ഡി ഐസൻഹോവറാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഹാരോൾഡ് മാക്മില്ലൻ. ഹാരോൾഡ് മാക്മില്ലൻ ആണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ആരാണ്? ഫാഹിയാൻ. ഫാഹിയാനാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്?
ND തിവാരി. ND തിവാരിയാണ് ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആണ് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയ ഗവർണർ ജനറൽ. ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം എവിടെയാണ്? മസൂറി. മസൂറിയിലാണ് ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം. ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത മൊണാസ്ട്രി ഏതാണ്? തവാങ്. തവാങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത മൊണാസ്ട്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗം ഏതാണ്? ഉത്തര ഗംഗാ സമതലം. ഉത്തര ഗംഗാ സമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാര ഏതാണ്? സുവർണക്ഷേത്രം. സുവർണക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാര. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ചോകില അയ്യർ. ചോകില അയ്യർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. വാഷിംഗ്ടൺ DCയിലാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനം. രാഷ്ട്രപതി പ്രഥമ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതി എന്നാണ്? 1959 ജൂലൈ 31. രാഷ്ട്രപതി പ്രഥമ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഡോക്ടർ S രാധാകൃഷ്ണനായിരുന്നു രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ. രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? SV കൃഷ്ണമൂർത്തി. SV കൃഷ്ണമൂർത്തിയായിരുന്നു രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നതാണ് രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. റെഫ്ലേഷ്യ പുഷ്പം ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം ഏതാണ്? മലേഷ്യ. റെഫ്ലേഷ്യ എന്ന പുഷ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് മലേഷ്യയിലാണ്. ഒപെക്കിൻ്റെ ആസ്ഥാനം? ഓസ്ട്രിയയിലെ വിയന്ന. ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ഒപെക്കിൻ്റെ ആസ്ഥാനം. ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? കവരത്തി. കവരത്തിയാണ് ലക്ഷദ്വീപിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്? ചിനൂക്ക്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ലാൽ ബഹാദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം എവിടെയാണ്? മസൂറി. മസൂറിയിലാണ് ലാൽ ബഹാദൂർ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം. ലാൽ ബഹാദൂർ ശാസ്ത്രി അന്തരിച്ചത് എവിടെയാണ്? താഷ്കൻഡ്. താഷ്കൻഡിൽ വെച്ചാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി അന്തരിച്ചത്. വടക്കേ അമേരിക്കയിൽ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം? കാനഡ. കാനഡയാണ് വടക്കേ അമേരിക്കയിൽ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്നത് പനാമ കനാൽ. പനാമ കനാലാണ് വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്നത്. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 2002 മാർച്ച്. 2002 മാർച്ചിലായിരുന്നു എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഹരിയാനയാണ് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം. SK പൊറ്റക്കാട്ടിൻ്റെ പൂർണ്ണ നാമം എന്താണ്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് എന്നതാണ് SK പൊറ്റക്കാട്ടിൻ്റെ പൂർണ്ണനാമം. ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരാണ്? സർദാർ പട്ടേൽ. സർദാർ പട്ടേൽ ആയിരുന്നു ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവ്. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ. ഭുവനേശ്വറാണ് കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും നീളമുള്ള
പാമ്പ് ഏതാണ്? റെറ്റിക്കുലേറ്റഡ് പൈഥൺ. റെറ്റിക്കുലേറ്റഡ് പൈഥൺ ഏറ്റവും നീളമുള്ള പാമ്പ്. ഏറ്റവും നീളമുള്ള ഇതിഹാസം മഹാഭാരതം. മഹാഭാരതമാണ് ഏറ്റവും നീളമുള്ള ഇതിഹാസം. കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആക്ഷൻ ആൻഡ് റൂറൽ ടെക്നോളജി, കപ്പാർട്ട്, ആസ്ഥാനം എവിടെയാണ്? കപ്പാർട്ടിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് പീപ്പിൾസ് ആക്ഷൻ ആൻഡ് റൂറൽ ടെക്നോളജി, കപ്പാർട്ടിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഏറ്റവും ഉയരം കൂടിയ പൂവ് ഏതാണ്? ടൈറ്റൻ ആരം. ടൈറ്റൻ ആരം എന്ന പൂവാണ് ഏറ്റവും ഉയരം കൂടിയ പൂവ്. ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗ മൗ? കെനിയ. കെനിയയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മൗ മൗ. ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? SNDP യോഗം. SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ് യോഗനാഥം. ഏത് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ്? NSS. NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് വക്കം മൗലവിയുടെ ജന്മസ്ഥലം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഡേവിഡ് ലോയ്ഡ് ജോർജ്. 1916 മുതൽ 1922 വരെ ബ്രിട്ടീഷ് ഭരിച്ച ഡേവിഡ് ലോയ്ഡ് ജോർജ് ആണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതായിരുന്നു? നീലേശ്വരം. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം നീലേശ്വരം മണ്ഡലമായിരുന്നു. ഒന്നിലധികം ലോക്സഭാ സീറ്റുകളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹി. ഡൽഹിയാണ് ഒന്നിലധികം ലോക്സഭാ സീറ്റുകളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം. വന്നു, കണ്ടു, കീഴടക്കി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂലിയസ് സീസർ. വന്നു, കണ്ടു, കീഴടക്കി ഈ വാക്കുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ജൂലിയസ് സീസറുമായിട്ടാണ്. ശരീരത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷി ഏതാണ്? ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ്. ശരീരത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷിയാണ് ബ്ലാക്ക് വിങ്ഡ് സ്റ്റിൽറ്റ്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത്. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ DC. വാഷിങ്ടൺ DCയിലാണ് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിൻ്റെ ആസ്ഥാനം. വണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് വണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ചെറിയാൻ മാപ്പിള. ചെറിയാൻ മാപ്പിളയാണ് കട്ടക്കയം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഓർഡിനൻസിൻ്റെ കാലാവധി എത്രയാണ്? 6 മാസം. 6 മാസമാണ് ഓർഡിനൻസിൻ്റെ കാലാവധി. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികൾ. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? സെഡ്രിക് ഗിബ്ബൺസ്. സെഡ്രിക് ഗിബ്ബൺസ് ആണ് ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത്. VK കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്ടാണ് VK കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. VT ഭട്ടതിരിപ്പാടിൻ്റെ പൂർണ്ണനാമം എന്താണ്? വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തുരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നതാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ പൂർണ്ണനാമം. വിക്രമംഗ ദേവചരിതം രചിച്ചത് ആരാണ്? വിക്രമംഗ ദേവചരിതം രചിച്ചത് ബിൽഹണൻ. ബിൽഹണനാണ് വിക്രമംഗ ദേവചരിതം രചിച്ചത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണമുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ
സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വിസ്തീർണമുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. വടക്ക് നോക്കി യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് വടക്ക് നോക്കി യന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം. കൺഫ്യൂഷനിസം ഏത് രാജ്യത്താണ് പ്രചരിച്ചത്? ചൈന. ചൈനയിലാണ് കൺഫ്യൂഷനിസം പ്രചരിച്ചത്. കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സുക്രോസ്. സുക്രോസ് ആണ് കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.